ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഒരു ചാർക്കോൾ കോഫി സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെ കോഫി പൗഡർ എടുക്കണം. റോസ് വാട്ടർ ഉണ്ട്, ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്, ഒലീവ് ഓയിൽ ഉണ്ട് കേട്ടോ. ഒലീവ് ഓയിലിന് പകരം നമുക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. ഞാൻ വിറ്റാമിൻ ക്യാപ്സ്യൂളാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി അത് ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടാനാണ് കേട്ടോ ബേസ്. ഇല്ലെങ്കിൽ കുറേ നേരം ടൈം എടുക്കുമേ. അതെല്ലാം പീസാക്കിയിട്ടുണ്ട്. നമുക്കിനി ഡബിൾ ബോയിൽ ചെയ്യണം കേട്ടോ. ഡബിൾ ബോയിൽ ചെയ്തെടുക്കേണ്ടത്. ഇത് നമുക്ക് വേണമെങ്കിലേ ചാർക്കോളിൻ്റെ പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിതിപ്പോൾ ചാർക്കോളിൻ്റെ ബേസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഗ്ലിസറിൻ ബേസ് എടുത്തിട്ട് അതിൽ ചാർക്കോളിൻ്റെ പൗഡർ ആഡ് ചെയ്തിട്ടും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. റോസ് വാട്ടർ നമ്മളൊരു വലിയൊരു ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അതാ കോഫി പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റോസ് വാട്ടറാണ് കേട്ടോ എടുക്കണേ. ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പാലിൽ മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 500 ഗ്രാമിൻ്റെ ബേസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒലീവ് ഓയിൽ ഒരു 1/2 ടീസ്പൂണോളം എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ. പിന്നെ അതിൽ ചേർക്കുന്നത് വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് കേട്ടോ. ഒരു 3 ഞാൻ ചേർക്കുന്നുണ്ട്. നമുക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലും കിട്ടും, ഓയിലാണെങ്കിലും ചേർക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബേസ് മെൽറ്റായി വരുന്നതിന് മുന്നേ മോൾഡ് ഇതുപോലെ ശരിയാക്കി വെക്കണം കേട്ടോ. ഇത് തന്നെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോക്കണം, ഇത് കളറ് ബ്ലാക്കായി കാരണം കൊണ്ട് നമ്മൾ മെൽറ്റായിട്ടില്ലാന്ന് ചിലപ്പോൾ ചെറിയ പീസുകളൊക്കെ എടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇത് നന്നായി മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ലിക്വിഡ് അതിലേക്ക് ഒഴിക്കുകയാണ് കോഫിയുടെ. ഇനി അതിലേക്ക് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ഫ്രാഗ്രൻസ് നമ്മളിപ്പോൾ ആഡ് ചെയ്യണില്ല കേട്ടോ. നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കുന്നത്. ഞാൻ ബ്ലാക്ക് ഊതിൻ്റെയാണ് കേട്ടോ അരോമ ഓയിൽ ചേർക്കണത്. അതൊരു വലിയൊരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്മെല്ല് കുറവാണെന്ന് തോന്നിയപ്പോഴേ. ഇത് നമുക്ക് മുകളിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇത് നിറച്ച് ഒഴിക്കണം കേട്ടോ. നിറച്ച് ഒഴിക്കാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പകുതിയൊക്കെ ഒഴിക്കുമ്പോഴേ അത് കട്ടിയായിട്ട് കിട്ടില്ല. കട്ടി കുറവായിട്ട് ഉറക്കാത്ത പോലെ ഉണ്ടാവുമേ. ഇതെല്ലാതും ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ആ ടീസ്പൂൺ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലത്തെ ആ ഒരു പദം മാറ്റി കളയാണ് കേട്ടോ. സ്പ്രേ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതിനകത്ത് കുറേ ഒരുപാടില്ലല്ലോ. അപ്പോൾ ആ ടീസ്പൂൺ വെച്ച് കൈയോടെ അങ്ങനെ മാറ്റാണ് കേട്ടോ. ഇനി ഇതൊരു 3 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. നമുക്ക് കട്ടിയായിട്ട് കിട്ടാൻ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കിട്ടും. പക്ഷെ 3 മണിക്കൂറിന് ശേഷം എടുത്താൽ മതി. ഇപ്പം ഇനി 3 മണിക്കൂറിന് ശേഷം ഞാൻ എല്ലാതും മാറ്റിയിട്ടുണ്ട് കേട്ടോ. മോൾഡിൽ നിന്ന് നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്.